എത്ര വലിയ സങ്കടമുണ്ടാകും ആ മഹാനായ മനുഷ്യന്. കാരണം ഉമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയിരുന്നു. സൈനബിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ടായിരുന്നു സൈനബ്. അങ്ങനെ ദുഃഖപൂരിതനായിട്ട് റസൂലുള്ള ഖബറിലേക്ക് വരികയാണ്. ഫഖഅദ അലൽ ഖബരി ഹനീഅതൻ, ബഹുമാനപ്പെട്ട റസൂലുള്ള ഖബറിന്റെ സമീപത്തിരുന്നു. വജഅല യൻദുറു ഇലസ്സമാ, എന്നിട്ട് ഇങ്ങനെ മാനത്തേക്ക് നോക്കും. കുറച്ചു കഴിഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങി. ഞങ്ങൾ നോക്കിയപ്പോ വിതുമ്പുന്നു റസൂലുള്ള. അവിടുത്തെ മുഖം ഇങ്ങനെ ആകെ വിവർണമായിരിക്കുന്നു. ഞങ്ങൾ നോക്കിയപ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ള സന്തോഷത്തോടുകൂടെ പുറത്തു വരികയാണ്. ഞങ്ങൾ ചോദിച്ചു, നബിയെ എന്താണ് ഇങ്ങനെ ദുഃഖിച്ചതും സന്തോഷിച്ചതും? അവിടുന്ന് പറഞ്ഞു, കുന്തു അദ്കുറു ലീഖൽ ഖബരി വഗമ്മഹു വളുഅഫ സൈനബ. സൈനബിന്റെ പ്രയാസം, സൈനബ് വളരെ ബലഹീനയാണ്. ഈ ഖബറിനെ എടുക്കാൻ മാത്രമുള്ള ആരോഗ്യമൊന്നും എന്റെ പുന്നാര മകൾക്കില്ലല്ലോ. അതെനിക്ക് വലിയ സങ്കടമായി തോന്നി. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ എന്റെ മകളായ സൈനബ് പാവമാണ്, സൈനബിനെ താൽക്കാലികമായി അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് ഞാൻ ദുആ ചെയ്തു. പക്ഷേ അല്ലാഹു തമ്പുരാൻ ഇടുക്കലിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിലും അത് വളരെ ലഘൂകരിച്ചു കൊടുത്തു. വലാകിൻ ലഅതഹാ ലഗ്തതൻ സമിഅഹാ മൻ ബൈനൽ ഖാഫിഖൈൻ ഇല്ലൽ ഇൻസു വൽ ജിന്നു. ജിന്നുകളും ഇൻസുകളുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളും സൈനബിന്റെ ആ ശബ്ദം കേട്ടുവെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ഖബറിനെ ഓർക്കണം. എന്തുകൊണ്ടെന്നാൽ നാളെ നിങ്ങൾക്ക് പോയി കിടക്കാനുള്ള ഖബറുണ്ടല്ലോ, ആ ഖബർ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്, അന ബൈത്തുൽ ഖുർബാ, ഞാൻ അപരിചിതത്വത്തിന്റെ വീടാണ്. അന ബൈത്തുൽ വഹദാ, ഞാൻ യുടെ വീടാണ്. അന ബൈത്തുൽ തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാണ്. അന ബൈത്തുൽ ദൂദ്, ഞാൻ പുഴുക്കളുടെ വീടാണ്. അല്ലേ? ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവയ്ക്കു നീ ചൊല്ലുന്നതിൽ. അല്ലേ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളിങ്ങനെ സന്തോഷത്തില് സമാധാനത്തില് വളരെ ആഹ്ലാദഭരിതരായി ജീവിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത നിമിഷം നമ്മുടെ കാൽപാദം വെക്കാനുള്ള ഖബറെന്ന കുഴിയെ കുറിച്ച് നമ്മൾ ഓർക്കണം. എത്ര സുന്ദരിയാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവളാണെങ്കിലും അവനാണെങ്കിലും ഹാ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ, ശ്രീഭൂവിലസ്ഥിര അസംശയമിന്നു നിന്റെ യാഭൂതിയെങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ. കുമാരനാശാന്റെ ഒരു കവിതയാണ്. പ്രശോഭിച്ചു നിന്നിരുന്ന ഒരു റോസാപ്പൂ കൊഴിഞ്ഞ് താഴേക്ക് വീണപ്പോ കുമാരനാശാൻ വീണ പൂവിനെ നോക്കി പാടുന്ന കാര്യമാണ്, ഹാ പുഷ്പമേ പൂവേ നീ എത്ര ഉന്നതമായ സ്ഥലത്ത് നിന്ന് ശോഭിച്ചിരുന്ന പൂവായിരുന്നു, ഇന്ന് നീ മണ്ണ് കിടക്കുകയാണ്. കണ്ണേ മടങ്ങുക, കരിഞ്ഞു മലിഞ്ഞു കരിഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലർ. ഈ മലരിന്, ഈ പൂവിന് കരിഞ്ഞു മണ്ണോട് ചേരും എന്നാണ് കുമാരനാശാൻ പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ വളരെ ഗൗരവപൂർവം അതിനെ സംബന്ധിച്ച് ആലോചിക്കുക. ഖബറിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ കണ്ണെത്താ ദൂരത്തോളം ആ ഖബർ അവന് വിശാലമാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബർ അവന് വിശാലമാക്കപ്പെടും. അവനോട് പറയപ്പെടുന്നതാണ്, നം കനൗമത്തിൽ അറൂസ്,
ഒരു പുതുമണവാളൻ ഉറങ്ങുന്ന സുഖം അനുഭവിച്ചുകൊണ്ട് നീ ഉറങ്ങണമെന്ന് വിശ്വാസിയായ ഒരു മനുഷ്യനോട് ഖബറിൽ വെച്ച് പറയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജാഅത്തിസ് സ്വലാത്ത്, അവന്റെ ഒരു ഭാഗത്തുകൂടെ അവന്റെ നിസ്കാരങ്ങൾ വരികയാണ്, മറ്റൊരു ഭാഗത്തുകൂടെ അവന്റെ നോമ്പുകൾ വരികയാണ്, മറ്റൊരു ഭാഗത്തുകൂടെ അവന്റെ സൽക്കർമ്മങ്ങൾ വരികയാണ്. ഒരു ഹദീസിൽ കാണാം, യഅതീഹി റജുലുൻ ശാബുൻ ശാഹിബുൽ ലൗൻ, നല്ല നിറമുള്ള സുഗന്ധപൂരിതനായ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ അടുക്കലേക്ക് വരും. വന്നിട്ട് ഈ ഖബറിൽ കിടക്കുന്നയാള് അയാളോട് ചോദിക്കും, മൻ അന്താ, നീ ആരാണ്? വന്നയാള് പറയും, അമാ തഅരിഫുനി, എന്നെ നീ അറിയില്ലേ? അനൽ ഖുർആനുല്ലദീ അസ്ഹർത ലൈലക, രാത്രി ഉറക്കമൊഴിച്ച് നീ ഓതാറുണ്ടായിരുന്നല്ലോ ഖുർആൻ, ആ ഖുർആനാണ് ഞാനെന്ന് ഈ വന്ന മനുഷ്യൻ മറുപടി പറയും. നോക്ക്, നിങ്ങൾക്ക് എന്തൊരു സന്തോഷായിരിക്കും. രാത്രി ഉറക്കൊഴിച്ച് ഓതിയവർക്ക്, രാവിലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തവർക്ക് ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു തമ്പുരാൻ ആ ഖുർആനിനെ ഒരു മനുഷ്യ രൂപത്തിൽ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, നിസ്കാരം അവനോട് പറയുമെന്നാണ്. നീ കണ്ടില്ലേ അദാബിന്റെ രംഗങ്ങൾ നീ കണ്ടില്ലേ? എന്നാൽ അല്ലാഹു തആല നിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വല്ലാഹി അസാല ദായിമൻ ഉംറുഹു കുല്ലുഹു ഫിൽ അമൽ വ ഇന്നമസ്തറാഹൽ ആൻ. അദാബിന്റെ ഈ അക്രമികളായ, ഈ മുഴുവൻ അക്രമികളായ ആ സന്നാഹങ്ങളോടും നിസ്കാരം പ്രതിരോധം തീർത്തുകൊണ്ട് പറയുന്നതാണ്, അല്ലയോ അക്രമികളെ, ഈ മനുഷ്യനിൽ നിന്ന് നിങ്ങൾ അകന്നകന്നു പോകണം. എന്തുകൊണ്ടെന്നാൽ ഈ മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ നിസ്കാരത്തിലായിരുന്നു. രാത്രി ഈ മനുഷ്യൻ മഗ്രിബ് നിസ്കരിക്കും, സുന്നത്തുകൾ നിസ്കരിക്കും, ഇശാഉകൾ നിസ്കരിക്കും, സുന്നത്തുകൾ നിസ്കരിക്കും, ഉറക്കിനിടയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കും, സുബ്ഹിയുടെ മുൻപുള്ള സുന്നത്ത് നിസ്കരിക്കും, സുബ്ഹി നിസ്കരിക്കും. ഇങ്ങനെ നിസ്കാരത്തിലായിരുന്നു ഈ മനുഷ്യൻ. അതുകൊണ്ട് നിങ്ങൾ അകന്നു പോവുക എന്ന് നിസ്കാരം ഈ മനുഷ്യനോട് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അവന്റെ ക്ഷമ വരും, അവന്റെ ക്ഷമ അവനോട് സംസാരിക്കും. അവന്റെ അടുക്കലേക്ക് മലക്കുകൾ വരും. ആ മലക്കുകൾ അബ്സാറുഹാ കൽബർഖിൽ ഖാതിഫ് വ അസ്വാതുഹുമാ കർറഅദ്, വലിയ ഇടിമുഴക്കമുള്ള ശബ്ദവുമായി ഭീകരമായ രൂപത്തിൽ ആ മലക്കുകൾ വരുന്നു. പക്ഷേ ഈ നല്ല മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ മനുഷ്യന്റെ അടുക്കലേക്ക് വരുന്ന മലക്കുകൾ സുന്ദരമായ രൂപം സ്വീകരിക്കും. അവർ മനോഹരമായ രൂപത്തിലാകും. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നയാളുടെ ബേജാറ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. ഇന്നൽ മയ്യിത്ത യഖഉദു വഹുവ യസ്മഉ ഖത്വ മശ്ഇ, അവൻ അവന്റെ അടുക്കൽ നിന്ന്, അവന്റെ ഖബറിന്റെ അരികിൽ നിന്ന് നടന്നു പോകുന്ന ആളുകളുടെ കാൽപാദത്തിന്റെ ശബ്ദം പോലും അവൻ കേൾക്കാൻ കഴിയും. ആ സമയത്താണ് മലക്കുകൾ ഇവന്റെ അടുക്കലേക്ക് വരുന്നത്. ഇവന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് ഇവനോട് ചോദിക്കുന്നു, മൻ റബ്ബുക. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളാണ്. നിന്റെ റബ്ബാരാണ്, നിന്റെ ദീനേതാണ്, നിന്റെ നബി ഏതാണ്, അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ നല്ലവനാണെങ്കിൽ ഇവൻ പറയുന്നു അല്ലാഹു റബ്ബി. കാരണം ഇവൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു, ഇവൻ ഇബാദത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവൻ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ ഇത് പറയുവാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ചിത്രം കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ രൂപം കാണിച്ചുകൊണ്ട് ഈ മനുഷ്യനെ സംബന്ധിച്ച് ചോദിക്കുന്നു, മാ കുന്ത തഖൂലു ഫീ ഹാദർ റജുലില്ലദീ കാന ബൈന അദ്ഹുരിക്കും, നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ മനുഷ്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിനക്ക് അഭിപ്രായപ്പെടുവാനുള്ളത്? ആ സമയത്ത് ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹുവിനെ കുറിച്ചും നബിയെ കുറിച്ചും ഓരോരുത്തരെ കുറിച്ചും പറയുന്നു. നമുക്ക് പറയാൻ കഴിയണം, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നന്നായിട്ട് ആമീൻ പറയൂ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതേതെങ്കിലും അമേരിക്കയിലെയോ ബ്രിട്ടനിലെയോ ഒന്നും കാര്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം അല്ലേ? മുഅ്മിനായ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് വരുമ്പോ ആ മുഅ്മിൻ അവിടെ ഇങ്ങനെ ഉറങ്ങായിരിക്കുന്നതാണ്. ഹദീസിൽ കാണാം, മുഅ്മിനായ മനുഷ്യനെ ഈ മലക്കുകൾ ഉറക്കിൽ നിന്ന് മാർദ്ദവമേറിയ രൂപത്തിലായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ ഇവൻ മറുപടിയൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാലോ, ഫയുനാദി മുനാദ്, അവിടെ നിന്നൊരു അശരീരി കേൾക്കുന്നതാണ് ഖബറിന്റെ ഉള്ളിൽ നിന്ന്, അൻ ഖദ് സദഖ, സത്യം പറഞ്ഞു ഇവൻ. ഫഅഫ്രിശൂഹു മിനൽ ജന്ന, അവന് സ്വർഗ്ഗത്തിലുള്ള വിരിപ്പുകൾ വിരിച്ചു കൊടുക്കൂ. വഅൽബിസൂഹു മിനൽ ജന്ന, അല്ലാഹു തആലയുടെ മലക്കുകൾ പറയുന്നു, സ്വർഗ്ഗത്തിലുള്ള വസ്ത്രങ്ങൾ അവന് നൽകൂ എന്ന് അവന് വേണ്ടി പറയപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ അടുക്കൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം അവന്റെ തലയുടെ ഭാഗത്തും, അവന്റെ സ്വതക്കകൾ അവന്റെ വലതുഭാഗത്തും, അവന്റെ നോമ്പ് അവന്റെ ഹൃദയത്തിന്റെ ഭാഗത്തും വന്നുകൊണ്ട് ഇവനെ ഇങ്ങനെ സമാധാനിപ്പിക്കുമെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിക്കാടുകളിൽ നമ്മളാരും പുറത്ത് കേൾക്കുന്നില്ലല്ലോ, നമ്മളാരും കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ എന്ന് കരുതി നമ്മളാരും അതിനെ കളവാക്കാൻ പോകരുത്. അതിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാകും, നമുക്ക് നടക്കും, നാളെ നമ്മളത് അനുഭവിക്കുക തന്നെ ചെയ്യും. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലും എന്തായാലും നമ്മൾ പോണ്ടേ. വല്ലാത്ത വരികളാണ്. അവിടുന്നായിരിക്കും ഈ ചോദ്യങ്ങൾ മുഴുവൻ ഉണ്ടാവുക. മുഅ്മിനീങ്ങളെ, ഇതൊന്നും പരിചയമില്ലാത്തവനാണെങ്കിൽ അവൻ പറയുന്നു ലാ അദ്രി, ഓരോ ചോദ്യത്തിനും അവൻ പറയുന്നത് എനിക്കറിയില്ല, അല്ലാഹ് എനിക്കറിയില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ, ഭീകര സ്വരൂപങ്ങളായ മലക്കുകൾ പറയുന്നത് ലാ ദറൈത, നിനക്കറിയില്ല അല്ലേ, നിനക്കറിയില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ മലക്കുകൾ അവനെ വളരെ ക്രൂരമായ രീതിയിൽ ദണ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ ശിക്ഷിക്കുകയും അവനിങ്ങനെ തട്ടഹസിക്കുകയും നരകത്തിന്റെ ഭീകരതയിലേക്ക്, അവന്റെ ഖബറിന്റെ ഏകാന്തതയിൽ അവന് നരകത്തിന്റെ ഭീകരത അവന് നൽകപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകർ നകീർ എന്ന് പറയുന്ന ആ രണ്ട് മലക്കുകൾ ഖബറിന്റെ ഉള്ളിൽ അദാബിന് വേണ്ടി, അല്ലാഹുവിന്റെ ശിക്ഷയ്ക്കും വേണ്ടി അല്ലാഹു തആല പ്രത്യേകം നിശ്ചയിച്ച മലായികത്തുകളാണ്. ആ മലക്കുകളുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഈ മനുഷ്യനുള്ള ശിക്ഷകൾ നൽകലാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് രണ്ട് പോയിന്റുകൾ അതിന്റെ ഇടയിൽ പറയാം. അല്ലാഹു തആല ഖബറിന്റെ ഉള്ളിൽ ചോദ്യം ചെയ്യാതെ രക്ഷ നൽകുന്ന ചില വിഭാഗങ്ങളുണ്ട്. അല്ലാഹു തആല അതിനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. നന്നായിട്ട് ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ശുഹദാക്കൾ. ശുഹദാക്കളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ശുഹദാക്കൾ അങ്ങനെയാണ്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകന്മാരുടെ രക്തസാക്ഷികളുടെ ഒന്നും ശരീരത്തിൽ അല്ലാഹു തആല മണ്ണുമായിട്ട് ഒരു ബന്ധവും നൽകുകയില്ല എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെയാണ്, അതിനുള്ള തെളിവുകളുണ്ട്. പാകിസ്ഥാനിന്റെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വിഖ്യാതനായ ഒരു പണ്ഡിതനുണ്ട്, മുഫ്തി മുഹമ്മദ് തഖി ഉസ്മാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. പാകിസ്ഥാനിന്റെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഒട്ടനേകം ഗ്രന്ഥങ്ങൾ, പഠന ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരിക്കൽ അദ്ദേഹം ഇറാഖ് സന്ദർശിച്ച ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇറാഖ് ബഗ്ദാദിന്റെ പരിസരത്തുള്ള സൽമാൻ ജുമാ മസ്ജിദിന്റെ സമീപത്ത് ഞങ്ങൾ പോയപ്പോൾ ആ പള്ളിയുടെ മുൻപിൽ ഞങ്ങൾ 2 ഖബറുകൾ കണ്ടു. ഒന്ന് സ്വഹാബിയായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറായിരുന്നു. മറ്റൊന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുമായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഈ സൽമാൻ ജുമാ മസ്ജിദിന്റെ മുമ്പിലുള്ള ഈ ഖബറുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ എത്തിയത്. അതിനു മുൻപ് ആ ഖബർ അവിടെ ഉണ്ടായിരുന്നില്ല. ആ ഖബറുകൾ ഉണ്ടായിരുന്നത് ടൈഗ്രീസ് നദിയുടെ ഏതാനും വാര അപ്പുറത്തായിരുന്നു. ആ കാലഘട്ടത്തിൽ 1960 കാലഘട്ടങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നതെന്ന് മുഫ്തി മുഹമ്മദ് തഖി ഉസ്മാനി എഴുതുന്നു. ആ കാലഘട്ടത്തിൽ ഇറാഖിന്റെ ഭരണസാരഥ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഇറാഖിന്റെ ഭരണാധികാരികൾ ആ സന്ദർഭത്തിൽ ഒരു സ്വപ്നം കാണുകയാണ്. ഈ 2 സ്വഹാബികളും അവരുടെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ ഖബറുകളിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം. ഖബറിന്റെ ഉള്ളിലേക്ക് വെള്ളം ഊർന്നു വരുന്നുണ്ട്. അവരാദ്യം സ്വപ്നം അവഗണിച്ചു. പിന്നെ അവര് തീരുമാനിച്ചു, സ്വപ്നമാണല്ലോ, പരീക്ഷിച്ചു നോക്കാം. പണ്ഡിതന്മാരോട് ചർച്ച ചെയ്തു. പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും സൽമാൻ മസ്ജിദിന്റെ പരിസരത്ത് 2 ഖബറുകൾ ഒരുക്കാം. 2 ഖബറുകൾ ഒരുക്കി. ഒരു ഹജ്ജ് കഴിഞ്ഞ സമയമാണ്. ജനങ്ങൾ ലോകം മുഴുവൻ ഈ വിവരം അറിയിച്ചു. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട് ഖബറടക്കം ചെയ്ത 2 പേരുടെ മയ്യിത്തുകൾ, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന വിഖ്യാതനായ സ്വഹാബിയുടെയും അബ്ദുല്ലാഹ് ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെയും മയ്യിത്തുകൾ ഖബറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന രംഗം കാണാൻ പരിസര പ്രദേശങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി. ഖബറങ്ങ് തുറക്കേണ്ട താമസം. ഒരു കേടുപാടും പറ്റാത്ത 2 മയ്യിത്തുകൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. 2 മൃതശരീരങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ മയ്യിത്തുമായിട്ട് വലിയ സൗഭാഗ്യമല്ലേ. 2 സ്വഹാബികളുടെ മയ്യിത്തിനെ അവർ അനുധാവനം ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ. ഇന്ത്യയിൽ നിന്ന് പോയ അദ്ദേഹം എഴുതുകയാണ്, ഇന്ത്യയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന മായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ 2 പേരുടെയും കണ്ണുകൾ അദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹം എഴുതി വെച്ചു, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ കണ്ണിലുണ്ടാകുന്ന ഒരു പ്രത്യേകമായ തിളക്കമുണ്ട്. ആ തിളക്കം ഇത്രയധികം കൊല്ലം കഴിഞ്ഞിട്ടും ഈ മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല. ആ മനുഷ്യൻ മുസ്ലിം ആവുകയും ചെയ്തു. നോക്ക് നിങ്ങൾ, ഇന്ന് സൽമാൻ മസ്ജിദിന്റെ അടുക്കലാണ് ഈ ഖബറിടമുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഖബറിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു വിഭാഗമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ലഖിയൽ അദുവ ഫസ്വബറ ഹത്താ യുഖ്തല ഔ യഗ്ലിബ ലം യുഫ്തൻ ഫീ ഖബ്രിഹി. രക്തസാക്ഷിയായ ഒരാൾ ഖബറിനുള്ളിലുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പലരുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പ്രധാനമായും എണ്ണിയത് രക്തസാക്ഷികളെ തന്നെയാണ്.
വേറെ ഒരു ഹദീസിൽ കാണാം, ഒരിക്കലും സുഖപ്പെടാത്ത രോഗത്തിലായി ഒരുപാട് കാലം കടന്ന ഒരാൾ ആ രോഗത്തിന്റെ കെടുതികൾ അവൻ അനുഭവിക്കുമ്പോ ക്ഷമയോടുകൂടെ ആ രോഗത്തെ അവൻ കൈകാര്യം ചെയ്തുവെങ്കിൽ മാത ഷഹീദ, അവൻ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചിട്ടുള്ളത്. അത് കാരണം അല്ലാഹു അവനെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വേറൊരു ഹദീസിൽ കാണാം, വയറുമായി ബന്ധപ്പെട്ട അസുഖം ബാധിച്ച ഒരാൾ മരണപ്പെട്ടാൽ ലം യുഅദ്ദബ് ഫീ ഖബരിഹി, അവന്റെ ഖബറിനുള്ളിൽ നിന്ന് അല്ലാഹു തമ്പുരാൻ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തും. ഇനി അതിനുള്ള ചില മാർഗങ്ങൾ പറയുന്നു. എല്ലാ രാത്രിയും ഒരാൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ, തബാറക, ആ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ ഉസിമ മിൻ ഫിത്നത്തിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തും. വേറെ ഒരു ഹദീസ്, ഒരാൾ സൂറത്തു സജദ അപ്രകാരം തബാറക ഉറങ്ങുന്നതിന്റെ മുമ്പ് പാരായണം ചെയ്തു ഓതിയിട്ട് കിടന്നുറങ്ങിയാൽ ആ ഉറങ്ങുന്നയാൾക്ക് അല്ലാഹു തആല ഖബറിൽ നിന്നുള്ള മോചനം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു ഹദീസിൽ കാണുന്നത് ഇങ്ങനെയാണ്, വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബർ, ഖബറിന്റെ ഭീകരതയിൽ നിന്ന് അല്ലാഹു തമ്പുരാൻ ആ മനുഷ്യരെ രക്ഷിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഖബറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പരലോക യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ താൽക്കാലികമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുവാനും ഇതിൽ നിന്നൊക്കെ അല്ലാഹുവിനെ അടുക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വലിയ വലിയ മഹാന്മാരൊക്കെ പേടിച്ചത് ഖബറിൽ കടക്കുന്ന രംഗായിരുന്നു അല്ലേ? അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അലാ ഉഖ്ബിറുകും ബിയൗമി ഫഖരി, എന്റെ ദാരിദ്ര്യത്തിന്റെ ദിവസം ഏതാണെന്ന് ഞാൻ പറയട്ടെയോ? യൗമൻ ഊളഉ ഫീ ഖബരി, ഞാൻ ഖബറിൽ വെക്കപ്പെടുന്ന ദിവസമാണ്. പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ജീവിച്ച് ഒരു പണം പോലും കയ്യിൽ സൂക്ഷിക്കാതെ ദരിദ്രരിൽ ദരിദ്രനായി ജീവിച്ച ബഹുമാനപ്പെട്ട അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ദാരിദ്ര്യം ഈ ദുനിയാവിലെ ദാരിദ്ര്യമല്ല, എന്റെ ദാരിദ്ര്യം ഖബറിന്റെ ഉള്ളിലുള്ള ഏകാന്തതയാണ്. ഏതായാലും സഹോദരന്മാരെ, ഈ ഖബറിന്റെ ഉള്ളിൽ അല്ലാഹു തആല ഒരുപാട് കാലം മനുഷ്യരെ താമസിപ്പിക്കും. അങ്ങനെ കിടന്നാൽ എല്ലാവരും ഖബറിലാകും. തലമുറ തലമുറയായി ഖബറിലേക്ക് വീഴും. ഓരോരുത്തരും മരിച്ച് മണ്ണോട് ചേരും. അവസാനം അല്ലാഹുവിന്റെ തീരുമാനം ലോകമങ്ങ് അവസാനിപ്പിക്കാൻ. പരലോകത്തിന്റെ മറ്റൊരു ഘട്ടമാണ് ഈ യാത്രയുടെ ലോകം അവസാനിക്കുക എന്ന് പറയുന്നത്. അത് വേറൊരു വിഷയമാണ്. എന്നാലും ഒന്ന് രണ്ട് ആയത്തുകൾ മാത്രം. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. ആളുകൾ ചോദിക്കുന്നു, ഇതെന്നായി ലോകം അവസാനിക്കുക? എന്നാണ് ആ ഭീകരമായ രംഗം? എന്നാണ് നിങ്ങൾ കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ലോകം അവസാനിക്കും ലോകം അവസാനിക്കും ഇന്നും അത് ചോദിക്കുന്നവരുണ്ട്.
എന്നാണ് ആ ദിവസം എന്നവർ ചോദിക്കുന്നുവെങ്കിൽ നബിയേ എന്നാണെന്നവർ ചോദിക്കുന്നു. ഘോരമായ ഒരു അട്ടഹാസമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഭൗതികമായ കാര്യങ്ങളിൽ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു തആലയുടെ ഈ നിശ്ചയം അവരെ പിടികൂടുന്നത്. അഥവാ ലോകം അവസാനിച്ചു അല്ലേ? വല്ലാത്തൊരു ഭീകരമായ രംഗം. ഖുർആൻ വല്ലാത്ത വിഹ്വലത നിറച്ചുകൊണ്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാം അതിന്റെ കെടുതികൾ ഉണ്ടാകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെയായിരിക്കും ഭൂമിയെ അല്ലാഹു തആല നിശ്ചയിക്കുന്നത്. ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. ജിന്നുകളും മനുഷ്യരും എല്ലാവരും ബേജാറാകുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ, സ്നേഹമുള്ളവരെ, എല്ലാവരും മരിക്കുന്നു. എല്ലാവരും മരിക്കും. ഒരാളും ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് സുപ്രധാനികളായ മലക്കുകൾ വരുമെന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹു ചോദിക്കും, ആരാണ് ഇനി ബാക്കിയുള്ളത്? ഇനി ജിബ്രീൽ ബാക്കിയുണ്ട്, മീകാഈൽ ബാക്കിയുണ്ട്, ഇസ്രാഫീൽ ബാക്കിയുണ്ട്, അസ്റാഈൽ ബാക്കിയുണ്ട് അലൈഹിമുസ്സലാം. ഓരോരുത്തരെയായി അല്ലാഹു തആല മരിപ്പിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മാത്രം ബാക്കിയാകുന്നു. ഇനി ഒരാളുമില്ല. രാജാതിരാജനും സർവാധിനാഥനുമായ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംഹാരകർത്താവുമായ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ് ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ഇനി ആർക്കാണ്? കുറെ ആളുണ്ടായിരുന്നല്ലോ ഇവിടെ, ഭരണാധികാരികൾ, രാജ്യം ഭരിച്ചവരുണ്ടായിരുന്നല്ലോ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞവരുണ്ടായിരുന്നല്ലോ. എവിടെയാണവർ? ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആർക്കാണ്? ഒരേ ഒരു മറുപടിയേ അതിനുള്ളൂ, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഏകചക്രാധിപതിയും പരമാധികാരിയുമായ അല്ലാഹു തമ്പുരാന് മാത്രമാകുന്നു ആ അധികാരമുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മൾ അതൊക്കെയാണ് പേടിക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഭയത്തോടെ കാണേണ്ടത്. ഇദശ്ശംസു കുവ്വിറത് വഇദൻ നുജൂമു കദറത്. ഈ സൂറത്ത് ഓതി ബോധരഹിതനായി വീണു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം എന്താ? അത് ഖിയാമത്ത് നാളിനെ കണ്ണിൽ കാണുന്നത് പോലെ അവതരിപ്പിക്കുന്ന സൂറത്താണ്. റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുഖാഡംബരങ്ങളിൽ ജീവിക്കുന്നത്? റസൂലുള്ളാഹി ചോദിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടില്ല, അവിടുന്ന് അങ്ങനെ ജീവിച്ചിട്ടേ ഇല്ല. കാരണം പറയാം. കാരണം എന്തുകൊണ്ടെന്നാൽ സൂറെന്ന കാഹളത്തിൽ ഊതാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ കാഹളം ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിക്കുകയും അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതിന് വേണ്ടി ചെവി കൂർപ്പിച്ച് നെറ്റി ചുളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോ കൈഫ അൻഉമു ഫിദ്ദുനിയാ, എങ്ങനെയാണ് ഈ ഭൗതികമായ ലോകത്ത് ഞാൻ സുഖിക്കുന്നത്? എല്ലാവർക്കും വലിയ സങ്കടമായി. നബിയേ, ഞങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾ എന്തു പറയണമെന്നാണ് അങ്ങ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, സഹാബികളെ, നിങ്ങൾ പറയണം, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് നിങ്ങൾ പറയണം.
അങ്ങനെ നിങ്ങൾ സമാധാനം കണ്ടെത്തണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ എല്ലാം അവസാനിക്കും, എല്ലാം കെട്ടടങ്ങും. എല്ലാം ശാന്തമായി അല്ലാഹു തആല മറ്റൊരു ലോകമായി ഈ ലോകത്തെ പരിവർത്തിപ്പിക്കും. അതാണ് മഹ്ശർ എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളെ, അതൊക്കെ ഒരു വലിയ വിശദീകരിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഞാൻ ചുരുക്കി 1-2 വാക്കുകളിൽ മാത്രം പറയുകയാണ്. അവിടെയുണ്ടല്ലോ നമ്മുടെ രണ്ടാം ജന്മം. രണ്ടാം ജന്മം എന്ന് പറയുന്നത് പരലോക വിശ്വാസത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു വിശ്വാസമാണ്. നിങ്ങൾ ഈ ലോകത്ത് പിറന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചവരാണെങ്കിൽ, അല്ലാഹു തമ്പുരാൻ നിങ്ങളെ രണ്ടാമതുണ്ടാക്കുക തന്നെ ചെയ്യും. അത് വിശ്വാസമാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ആസ് ഇബ്നു വാഇൽ ഒരു എല്ലെടുത്തുകൊണ്ട്, എന്നോ ചത്തുപോയ ഒരു കഴുതയുടെ എല്ലെടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് മുസ്ലിങ്ങളെ പരിഹസിച്ചു. കണ്ടില്ലേ, എല്ലാണിത്. ഈ എല്ലിൽ നിന്ന് ഇനി എങ്ങനെയാണ് ഒരു കഴുത ഉണ്ടാവുക? എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാ മനുഷ്യൻ ഉണ്ടാവുമെന്ന് പറയുന്നത്? എന്ത് പോയത്തമാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു അവൻ, പരലോകത്തിൽ നിഷേധിച്ചുകൊണ്ട്. യാസീൻ ഇറങ്ങി, വല്ലറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. നമ്മൾ എന്ന് ഓതുന്ന വചനങ്ങളാണ്. അല്ലാഹു പറയുകയാണ്, വല്ലറബ ലനാ മസലൻ വനസിയ ഖൽഖ. അവൻ നമ്മളുടെ മുമ്പിൽ എല്ലെടുത്തിട്ട് ഉപമ കൊണ്ടുവരികയാണ്. അവൻ എങ്ങനെ ഉണ്ടായി എന്നവൻ മറന്നിരിക്കുകയാണല്ലോ. അവൻ ചോദിക്കുന്നത് മയ്യുഹയിൽ ഇളാമ വഹിയ റമീം. ഈ എല്ലുകൾ ഇങ്ങനെ നുരുമ്പിപ്പോയതിനു ശേഷം ആരാണ് ആ എല്ലുകളെ രണ്ടാമതുണ്ടാക്കുന്നത് എന്നാണോ അവൻ ചോദിക്കുന്നത് എങ്കിൽ, നബിയെ, അങ്ങവനോട് പറയണം, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ഓരോ വ്യക്തിയെയും ആദ്യമായിട്ടുണ്ടാക്കിയതാരാണോ ആ അല്ലാഹു തന്നെ അവരെ രണ്ടാമതും ഉണ്ടാക്കുന്നതാണ്. ഒന്നോർത്തു നോക്കൂ മുഅ്മിനീങ്ങളെ, നമ്മെ ആദ്യം ഉണ്ടാക്കലല്ലേ പ്രയാസമുള്ളത്? ഇല്ലായ്മയിൽ നിന്ന് നമ്മെ ഉണ്ടാക്കിയ അല്ലാഹുവിന് ഇനി ഈ ഉണ്മയിൽ നിന്ന് രണ്ടാമത് നമുക്ക് ഉണ്മ നൽകുന്നതിൽ പ്രയാസമുണ്ടോ? അത് വല്ലാത്തൊരു രംഗമാണ്, വല്ലാത്തൊരു ഭീകരമായ രംഗമാണ്. ഇന്ന് നമ്മളൊക്കെ പള്ളിക്കാട്ടിലാണ്, എല്ലാവരും പള്ളിക്കാട്ടിലാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. അല്ലാഹു പറയുകയാണ്, സൂറെന്ന കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന പരലോകത്തെ രംഗം. ആരുണ്ടാവുന്ന? ഓരോരുത്തരും ഒറ്റക്ക് ആരുണ്ടാവില്ല. വല്ലാത്ത ഒരു ഭീകരമായ രംഗം. വെള്ളാങ്ങല്ലൂരിലെ കരൂപ്പടന്നയിലെ എന്റെ സഹോദരന്മാരും സഹോദരിമാരും, നിങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്കകം ഞാനും നിങ്ങളും മരണപ്പെട്ട് നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ പോയി ഇതെന്നാ ഈ ലോകം അവസാനിക്കുക? എന്നാണ് ആ ഭീകരമായ രംഗം? എന്നാണ് നിങ്ങൾ കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് ലോകം അവസാനിക്കും, ലോകം അവസാനിക്കും ഇന്നും അത് ചോദിക്കുന്നവരുണ്ട്. എന്നാണത്? എന്നാണ് ആ ദിവസം എന്നവർ ചോദിക്കുന്നുവെങ്കിൽ, നബിയേ എന്നാണെന്നവർ ചോദിക്കുന്നു. സൂറത്ത് യാസീൻ. ഘോരമായ ഒരു അട്ടഹാസമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. തഅഖുദുഹും വഹും യഖ്സിമൂൻ. ഭൗതികമായ കാര്യങ്ങളിൽ അവരിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കെ അല്ലാഹു തആലയുടെ ഈ നിശ്ചയം അവരെ പിടികൂടുന്നതാണ്.
അഥവാ ലോകം അവസാനിച്ചു അല്ലേ? വല്ലാത്തൊരു ഭീകരമായ രംഗം. ഖുർആൻ വല്ലാത്ത വിഹ്വലത നിറച്ചുകൊണ്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. മരണപ്പെട്ടു പോയവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാം അതിന്റെ കെടുതികൾ ഉണ്ടാകും. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. വഅഖ്റജത്തിൽ അർളു ഭൂമി അതിന്റെ ഭാരങ്ങളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുന്നു. അങ്ങനെയായിരിക്കും ഭൂമിയെ അല്ലാഹു തആല നിശ്ചയിക്കുന്നത്. ഭൂമി ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. ജിന്നുകളും മനുഷ്യരും എല്ലാവരും ബേജാറാകുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വീണ്ടും ഇസ്രാഫീൽ അലൈഹിസ്സലാം അങ്ങ് ഊതിക്കഴിഞ്ഞാൽ, സ്നേഹമുള്ളവരെ, എല്ലാവരും മരിക്കുന്നു. എല്ലാവരും മരിക്കും. ഒരാളും ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ അടുക്കലേക്ക് സുപ്രധാനികളായ മലക്കുകൾ വരുമെന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹു ചോദിക്കും, ആരാണ് ഇനി ബാക്കിയുള്ളത്? ഇനി ജിബ്രീൽ ബാക്കിയുണ്ട്, മീകാഈൽ ബാക്കിയുണ്ട്, ഇസ്രാഫീൽ ബാക്കിയുണ്ട്, അസ്റാഈൽ ബാക്കിയുണ്ട് അലൈഹിമുസ്സലാം. ഓരോരുത്തരെയായി അല്ലാഹു തആല മരിപ്പിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മാത്രം ബാക്കിയാകുന്നു. ഇനി ഒരാളുമില്ല. രാജാതിരാജനും സർവാധിനാഥനുമായ ഈ ലോകത്തിന്റെ സൃഷ്ടാവും സംഹാരകർത്താവുമായ രാജാതിരാജനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമെന്നാണ് ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ അധികാരം ഇനി ആർക്കാ?